കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു 5 AM റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോസ് നിങ്ങളുടെ ഒരു ദിവസം നല്ല രീതിക്ക് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയാം. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുന്നവർ എത്ര പേരുണ്ട്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? അതൊന്ന് എഴുതാൻ പറ്റുമോ കമൻറ്റ് ബോക്സിൽ? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്ത് വെച്ച ശേഷം 5:30 ആയപ്പോൾ പ്രയറിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയമാണ്. ഞാൻ യൂട്യൂബിൽ ഒരു പ്രയർ വീഡിയോ ഡെയിലി കാണാറുണ്ട്. 15 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ട് എന്നും അതാ കാണാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങളായിരിക്കും പറയുക. ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങി വെച്ചിട്ടുള്ള പാലുകറിയും അതിൻ്റെ കൂടെ ഉപ്പേരി, മുതിര വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും പഴമാണ്. അതുകൊണ്ട് നല്ല എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്ന്. ഞാൻ കുക്കറിൽ വെക്കാനുള്ള ഐറ്റംസൊക്കെ കുക്കറിലൊക്കെ വാഷ് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപ് നമുക്ക് വേഗം ചായ ഉണ്ടാക്കിയെടുക്കാം. ചായ ഉണ്ടാക്കിയെടുത്തിട്ട് കുക്കറിലുള്ള ഐറ്റംസൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ പോയി ചായ കുടിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികൾ ഉണ്ടാക്കേണ്ട വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരുന്നു ചെയ്യാം. അപ്പോൾ ഞാൻ ചോറും അതുപോലെ തന്നെ മുതിരി അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മക്കളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും അവരും കൂടി ഇത് ചായയൊക്കെ കുടിക്കുകയാണ്. അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞൊക്കെ എടുക്കലൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാം. അവർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് കുമ്പളങ്ങ പാൽക്കറി വേഗം തന്നെ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിത് ഈ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞെടുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇത്തിരി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കണേ. ഇതിനായിട്ട് ഞാൻ ഒരു അരമുറി നാളികേരത്തിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുത്തു. അത് ഞാനിതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അത് 1-ാം പാലാണ്, അത് മാറ്റി വയ്ക്കുക. ഇനി ആ നാളികേരത്തിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ അരിച്ച് എടുക്കുക, പിഴിഞ്ഞെടുക്കുക. അത് 2-ാം പാലാണ്. ആ ഒരു പാലിലാണ് ഈ കുമ്പളങ്ങ നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മളത് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് അതേ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ, അതേ വിസിലടിച്ചു. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് കാച്ചിയെടുക്കാം. ഉപ്പേരി നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുതിര വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കണേ. നല്ല ഈസിയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത്. അതും കഞ്ഞിയുടെ കൂടെയൊക്കെ നമ്മൾ മുതിര, പയർ, അതുപോലെ തന്നെ ചെറുപയർ, കടല ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടി നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇതാണ് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ട് വേപ്പിലയും കൂടി ചേർത്ത് മൊരിച്ചെടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ഇത്തിരി നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെള്ളമൊക്കെ വെറ്റിച്ചെടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചായാലും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കറി ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരെണ്ണം നമ്മൾ ഈസി ആയിട്ടുള്ളത് ചെയ്യാം. അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഒരു പ്ലാനോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കാം. ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പറ്റാവുന്ന എളുപ്പത്തിലുള്ള കറികളൊക്കെ ചെയ്യാം. ക്ലാസ്സില്ലാത്ത ദിവസം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. കുമ്പളങ്ങ ദേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുത്തിലേക്ക് ഒഴിച്ചു. ഇനി കറി ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ കറി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം. താളിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 5-6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്ത് ഒന്ന് മൊരിച്ചെടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇതാക്കി ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. മുളക് പൊടി കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാട്ടോ. കടുക് പൊട്ടിക്കുന്നതിലും എനിക്കിഷ്ടം ചുവന്നുള്ളി ഇതുപോലെ താളിച്ചൊഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് മൂടിയിരിക്കട്ടെ. ഉച്ചയാകുമ്പോഴേക്ക് കറി നല്ല തിക്നെസ് വരും, നല്ല ടേസ്റ്റും ആവും. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കറിയും റെഡിയായി. നമ്മൾ എളുപ്പത്തിലുള്ള കറി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് കഴിയും. ഇനി മീൻ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മീൻ ഞാൻ തലേദിവസം നന്നാക്കി വെക്കും. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് പണി കഴിയണം. അതിനോട് ഞാൻ തലേദിവസം തന്നെ മീനായാലും അതിൻ്റെ കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരാഴ്ചയ്ക്കുള്ളൊരു ഐഡിയ എന്തുണ്ടാക്കണമെന്ന് അത് തന്നെ പ്ലാൻ ചെയ്ത പകുതി ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കുക്കിങ്ങിൽ നമുക്ക് പകുതി ആശ്വാസം കേട്ടോ.
അങ്ങനെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങൾ വേഗം തന്നെ നോക്കാം. നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ളതൊക്കെ നമ്മൾ അവിടെ സെറ്റാക്കി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് ഞാൻ ഓൾറെഡി പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ക്ലാസ്സിലേക്ക് രസം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രസക്കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് രസം ഉണ്ടാക്കുകയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത്. അപ്പോൾ അതവിടെ അതും കൂടി സൈഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ടൈം ഇപ്പോൾ 8 മണിയാണ്. അപ്പോൾ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു 8:15 ആയി കഴിയുമ്പോഴേക്കും മക്കളെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ സഹായിക്കാനൊക്കെ ഞാൻ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്ത് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കും, ഫോണൊക്കെ നോക്കിയിരിക്കും. കുറച്ച് നേരം ഫ്രീ ടൈമാണ്. ഒരു 9:15 വരെ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും. കാരണം ഇത്രയും നേരം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ഷീണമാവും. അത് കഴിഞ്ഞാൽ അതേ സമയം ഇപ്പോൾ ഒരു 9:15 അപ്പോൾ ഞാനവിടെ തുണികൾ വാഷ് ചെയ്യാനിടണമെങ്കിൽ മെഷീനിൽ ഇട്ടിട്ട് വന്നിട്ടാണ് ഞാൻ വന്ന് വീടൊക്കെ അടിച്ച് വരിക. അപ്പോൾ ഇന്ന് തുണികൾ വാഷ് ചെയ്യാനായിട്ട് കുറവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ലോഡ് തുണി ആവണമല്ലോ. അതാവാതെ വാഷ് ചെയ്താൽ വെള്ളവും കറണ്ടൊക്കെ വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല. ഞാൻ വേഗം തന്നെ അടിച്ച് വാരി ഇട്ടിട്ട് ആ പണി കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് തുണികൾ വാഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീട് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ചിലവർ ചോദിച്ചൊരു ഡൗട്ടിനുള്ളൊരു മറുപടി പറയാം കേട്ടോ. എങ്ങനെയാണ് റുട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കണം. മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് റുട്ടീനൊക്കെ ഈസിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ദിവസം നിങ്ങളൊന്ന് ഈ ടൈമിംഗ് അനുസരിച്ചിട്ട്, ഞാനീ പറഞ്ഞ ടൈം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഏതൊരു സമയത്ത് എഴുന്നേൽക്കുമ്പോഴാണെന്നും അതുപോലെ എത്ര മണിക്ക് നിങ്ങൾ ഉറങ്ങണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഒരു റുട്ടീൻ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് തന്നെയാവും, അത് ഫോളോ ചെയ്യാൻ നോക്കിയിട്ട് അത് പാളിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു റുട്ടീൻ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടേതായത് സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അത് നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടൈം സേവ് ചെയ്ത പോലെ തോന്നിയോ? നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടിയോ? നിങ്ങൾക്കൊരു സന്തോഷം ഫീൽ ചെയ്തോ? അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് എന്നും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഞാൻ കൃത്യമായിട്ട് ഇനി മുതൽ എൻ്റെ റുട്ടീൻ ഫോളോ ചെയ്യുന്നൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡാണെല്ലാം. ഞാൻ ഇത്രയും മടിച്ചായി എനിക്ക് ഇത്രത്തോളം മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു മോപ്പ് വെച്ച് ഞാൻ തുടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ മോപ്പ് നല്ലതാണോ എന്നൊക്കെ. എനിക്ക് ആ മോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാനായിട്ടൊരു ബക്കറ്റ് ഉണ്ട്, അത് ഒട്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ആ ബക്കറ്റിൽ മുക്കിയിട്ട് പിഴിയാനായിട്ട് നോക്കുമ്പോൾ ആ ബക്കറ്റ് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഈ ഒരു മോപ്പ് ഞാൻ അധികം നിങ്ങളെ സജസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ ഒരു റീസൺ. പക്ഷേ ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. ആമസോണിൽ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിന് വേറെ ബക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ആ മോപ്പുമ്പോൾ തന്നെ വെള്ളം പിഴിഞ്ഞ് കളയാനുള്ളൊരു സിസ്റ്റം അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമയം ഏകദേശം ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിലോട്ട് വന്ന് തുണികൾ വാഷ് ചെയ്തൊക്കെ കൈയോടെ തന്നെ മടക്കി എടുക്കുകയാണ്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ അങ്ങനെ വാരി എടുത്തൊരു കസാരമ കൊണ്ടിടും. പിന്നെ അടുത്ത ദിവസം പിന്നെയും അലക്കിയത് കൊണ്ട് പിന്നെ അടുത്ത് ഒന്നുകൂടി കസാരമ കൊണ്ടിടും. അത് കഴിഞ്ഞ് ആഴ്ചയുടെ അവസാനം ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ ഡയറക്റ്റ് എടുക്കും. ഇല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം ആകുമ്പോൾ അതൊക്കെ ഇരുന്ന് മടക്കും. ഇതൊക്കെയായിരുന്നു പതിവ്. പക്ഷേ ഇങ്ങനെ റുട്ടീനായിട്ട് കുറേയും കൂടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തൊരു കാര്യമാണ്. ഞാൻ ഇത് അന്നാന്ന് ചെയ്യേണ്ട കാര്യം കുറച്ച് ഈശേ ഉണ്ടാവുള്ളൂ. അത് അന്നാന്ന് തന്നെ ചെയ്ത് തീർക്കുക. പെൻഡിങ് ആക്കിയിട്ട് വെച്ചാൽ ഇത് ഒരു മല പോലെ ആയി കഴിഞ്ഞ് ചെയ്യണേലും നല്ലത് കുറച്ച് ഈശ ഉള്ളപ്പോൾ തന്നെ വേഗം ചെയ്യണതാണ്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത് ഡെയിലി നിങ്ങൾ വീട് അടിച്ച് വരാം, ഡെയിലി തുണി മടക്കി വയ്ക്കുക, ഡെയിലി കൃത്യമായിട്ട് കുക്കിങ് കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഗുണം എന്ന് വെച്ചാൽ വലിയൊരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ദിവസത്തിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ അങ്ങനെ സമയം ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രഷായൊക്കെ വന്ന് സെറ്റായി. നമ്മുടെ കുറേ ജോലികൾ നമ്മുടെ ചെയ്ത് തീർന്നു. അപ്പോൾ നമുക്കിനി സമാധാനമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റി വയ്ക്കാനായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ ഇന്ന് ചെയ്യണത് തുണികൾ എൻ്റെ അൽമാരയിലുള്ളതൊക്കെ നന്നായിട്ട് അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് കുറച്ച് കല്യാണങ്ങളും പരിപാടികളും പെരുന്നാളും എല്ലാം കൂടി വന്നിട്ട് അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് പ്രോപ്പറായിട്ടൊന്നും മടക്കി വയ്ക്കില്ല. അങ്ങനെ അങ്ങോട്ട് അലക്കി കൊണ്ടുവരുമ്പോൾ മടക്കി ഒതുക്കാണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എത്രയ്ക്കൊക്കെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് പഴയ പോലെയൊക്കെ വരും. എന്നാലും പണ്ടത്തെ അത്ര മെസ്സി ആവണില്ല ഇപ്പോൾ കേട്ടോ, കുറച്ചും കൂടി ഭേദമാണ്.
ഈ ഒരു അൽമാരയുടെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് നമ്മൾ വീട്ടിൽ ചേട്ടൻ തന്നെ ഫിക്സ് ചെയ്ത് എനിക്ക് തന്നതാട്ടോ. ചിലവർ എന്നോട് ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ അത് ചേട്ടൻ തന്നെ ലൈറ്റൊക്കെ വെച്ച് വയറിംഗ് ഒക്കെ ചെയ്ത് തന്നത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. കാരണം അതിങ്ങനെ ചെയ്തെടുത്തതാണ്. കാരണം ആ ഷെൽഫിൻ്റെ ഉള്ളിൽ തീരെ വെളിച്ചില്ല, എന്ത് ഡ്രസ്സ് ഇരിക്കണേന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈറ്റ് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് അതിങ്ങനെ ഉണ്ടാക്കി തന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുർത്തികളെല്ലാം തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിലാണ് വെക്കണേ. ഇതിൽ വെക്കണോണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും ഈ ഷെൽഫ് വൃത്തിയിലിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ട് അലങ്കോലവും. അപ്പോൾ ഞാൻ വെക്കുന്ന തുണികളൊന്നും ഞാൻ അങ്ങനെ അയൺ ചെയ്തിട്ടല്ല വെക്കണേ. അലക്കി കഴിഞ്ഞ് കൊണ്ടുവന്ന് അതിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 4-5 എണ്ണം എടുത്തിട്ട് അയൺ ചെയ്ത് വെക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ആ ഒരാഴ്ചയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 5 ടോപ്പൊക്കെ അയൺ ചെയ്ത് വെക്കും. പള്ളിയിൽ പോകണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ അങ്ങനെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തലേദിവസം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല ഡ്രസ്സുകളാണെങ്കിൽ അങ്ങനെ അയൺ ചെയ്യുക. അല്ലാതെ അയൺ ചെയ്തിട്ടല്ലാതെ അൽമാരയിൽ വെക്കുന്ന ഒരു ശീലം ഇല്ല. അപ്പോൾ ഇതിങ്ങനെ മടക്കി വെക്കണം. അതുകൊണ്ട് മടക്കണതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എനിക്ക് പറ്റണ പോലെ പെട്ടെന്ന് മടക്കി അതിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ടോപ്പുകൾ വെക്കുമ്പോൾ എപ്പോഴും ഇതിൽ സ്ലിറ്റുള്ള ടോപ്പുകളുണ്ടല്ലോ, ആ മോഡൽ ടോപ്പ് ഒരു ബോക്സിൽ ഉടുപ്പ് പോലത്തെ ടോപ്പുണ്ട്, അനാർക്കലി പോലത്തെ ടോപ്പുകൾ വേറൊരു ബോക്സിലുമായിട്ടാണ് വെക്കണേ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഞാൻ ഷെൽഫിലോട്ട് വെച്ചു. ഇനി ഞാൻ അയൺ ചെയ്തിട്ടുള്ള ടോപ്പുകളൊക്കെ ഹാങ്ങറിലാണ് ഹാങ് ചെയ്ത് വെക്കാറ്. അത് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഹാങ്ങറിൽ ഇട്ട് വെക്കും അൽമാരയുടെ ഉള്ളിൽ. ഇനി പോകുന്നതിൻ്റെ തലേദിവസം എന്തെങ്കിലും ആണെങ്കിൽ ഞാനത് നീർത്തിയിട്ട് ഹാങ്ങറുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇടും. അപ്പോൾ അത് മടക്കിയിട്ടുള്ള ലൈനുകളൊക്കെ ഉണ്ടെങ്കിൽ പോവും, നീർത്തിയിട്ടാൽ മതി തലേദിവസം വൈകുന്നേരം. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ലൈനൊക്കെ പോയി സെറ്റാവും. പിന്നെ ജീൻസിൻ്റെ കൂടെ ഇരുന്ന ഷോർട്ട് കുർത്താസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതുമ്പോൾ തന്നെയാണ് ഹാങ് ചെയ്ത് ഇടുന്നത്. അതിനധികം ഇറക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇതുമ്പോൾ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ടോപ്പുകളെല്ലാം തന്നെ ഹാങ്കർ ഇട്ടെടുത്ത് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിടാണ്. അപ്പോൾ ഇതിങ്ങനെ പകുതി വെച്ച് മടക്കേണ്ട ഒരു റീസൺ എന്ന് വെച്ചാൽ താഴ്ഭാഗത്തുള്ള ടോപ്പുകൾ എടുക്കാൻ കിട്ടില്ല, ഇതിങ്ങനെ വല്ലാതെ നീളനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം മടക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഹാങ് ചെയ്തിട്ടെല്ലാം വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് കുർത്തീസും അങ്ങനത്തെ ടോപ്പുകളും വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ കയ്യിലുള്ള ജീൻസ്, അതുപോലെ തന്നെ ലെഗിങ്സ്, പാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ സൽവാറിൻ്റെ കൂടെ ഇടുന്നത്, അതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാം. ഞാൻ സാധാരണ സൽവാറിൻ്റെ സെറ്റായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പാർട്ടി വെയർ ആയിട്ടുള്ള സൽവാറിൻ്റെ മാത്രമാണ് സെറ്റായിട്ട് ഉപയോഗിക്കുക. ബാക്കിയൊക്കെ ഞാനിതുപോലെ ടോപ്പും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇതുപോലെ പാൻറ്റും ഒക്കെ ഷോളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അത് കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതെല്ലാതും ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെൽഫിൽ തൊട്ട് താഴെ കുർത്തീസൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. ടോപ്പിന് മാച്ചായിട്ട് പാൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ കാഷ്വൽ വെയർ എല്ലാം ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് പാർട്ടി വെയറിലുള്ള സൽവാർ സെറ്റുകൾ മടക്കി വെക്കാം. അപ്പോൾ ഇത് എല്ലാം കുറച്ചൊക്കെ മടക്കിയിട്ടുണ്ട്, ചിലതൊക്കെ ചുളിഞ്ഞിട്ടായിരിക്കണേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ചെയ്യണേ. പിന്നെ ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ക്രേപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഷിഫോൺ മെറ്റീരിയലിലുള്ള പാർട്ടി വെയറാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ അധികം അയണും ചെയ്യേണ്ട. ഇപ്പോഴാണെങ്കിൽ അതാണല്ലോ കുറച്ച് ഭംഗി, ഷിഫോൺ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തതല്ല എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു മോഡലാണ് ഇപ്പോൾ ഒരു 5-6 ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പാർട്ടിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഫോൾഡ് ചെയ്തത് ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നേരത്തെ കാണിച്ച ആ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഷോളുകൾ, അതായത് ഇത്തിരി കട്ടിയുള്ള ഷോളുകളൊക്കെ ഉണ്ടല്ലോ, പാർട്ടി വെയർ പോലത്തെ നല്ല ഷോളുകൾ, അതെല്ലാതും വെച്ചിരിക്കുന്നതാണ്. കോട്ടൻ്റെ ഷോള്, പിന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ ഷോളുകൾ, അതെല്ലാം തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലാണ് വെക്കുന്നത്. അങ്ങനെ ആ ഷോളുകളും കാര്യങ്ങളൊക്കെ മടക്കി ഞാൻ ആ ബോക്സിൽ വെച്ചിട്ട് ആ സൽവാറിനെ തൊട്ട് സൈഡിലായിട്ട് വെച്ചു. ഇനി ഒരു ഷെൽഫ് മാത്രമേ നമ്മുടെ കാലിയായിട്ട് കിടക്കുന്നുള്ളൂ. അവിടെയാണ് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ വെക്കുന്നത്. അതാണ് മെയിനായിട്ട് എപ്പോഴും എടുക്കുന്ന ഒരു ഷെൽഫ്. അപ്പോൾ ഇതിൽ എന്നോട് ചിലർ ഡൗട്ട് ചോദിക്കാറുണ്ട്, ഈ ഉടുപ്പുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ മീഷോയിൽ നിന്നാണ് ഇതുപോലെ ഉടുപ്പ് വാങ്ങാറ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നാണ് മെയിനായിട്ട് വാങ്ങാറുള്ളത്. അധികം വിലയും വരണില്ല, 300 രൂപയിൽ താഴെയാണ് ഈ ഉടുപ്പുകൾക്കൊക്കെ വില വരണേ. ക്രേപ്പ് മെറ്റീരിയലാണ് ഈ ഉടുപ്പ്, കോട്ടൺ അല്ല, ക്രേപ്പാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒരു ഒഴുകണ പോലത്തെ മെറ്റീരിയലാണ്, സോഫ്റ്റാണ്. ചിലവർക്ക് ചൂട് കാലത്തേക്ക് ചിലപ്പോൾ അത്ര കംഫർട്ട് ആവണമെന്നില്ല. നമുക്കൊരു മഴക്കാലം തണുപ്പ് കാലത്തേക്കൊക്കെ ഈ ഒരു ഉടുപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇറക്കമുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇത് താല്പര്യമാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോട്ടൻ്റെ ഉടുപ്പുകൾ ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടും. അനാർക്കലി കുർത്തീസ് എന്ന് നോക്കിയാൽ കോട്ടൻ്റെ ഉടുപ്പ് കിട്ടും.
അത് ചിലതിന് ഇറക്കം ഉണ്ടാവും, ചിലതിന് ഇറക്കം കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ കോട്ടൺ ആകുമ്പോൾ അലക്കുമ്പോൾ ചുരുങ്ങും, മാത്രമല്ല ചിലപ്പോൾ അതിൽ ചുളിവുകളും വരും അലക്കി വന്നാൽ. അപ്പോൾ ഈ ഒരു തുണിക്കൊരു ഗുണം ചുരുങ്ങും ഇല്ല, മാത്രമല്ല അലക്കി കഴിഞ്ഞാൽ ചുളിവും ഇല്ല. അപ്പോൾ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു തുണിയുടെ ഒരു ഇഷ്ടം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നൈറ്റികളെല്ലാം തന്നെ ഈ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അത് വൈകുന്നേരം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. പകൽ കൂടുതലും ഇങ്ങനത്തെ ഉടുപ്പ്, മറ്റേ അനാർക്കലി പോലത്തെ കുർത്തിയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഉപയോഗിക്കുന്ന ആ ഉടുപ്പുകളുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. കോട്ടൻ്റെ ഉടുപ്പുകൾ ഞാൻ ഈ വാങ്ങുന്ന സമയത്ത് അത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ഷെൽഫും കൂടി ഒതുക്കി കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഈ ഒരു ഷെൽഫ് ഫുള്ളായിട്ടും ഒതുക്കി കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേ ഈ ഷെൽഫിലിപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതൊക്കെ കാഷ്വൽ വെയറുകളാണ്. അതായത് കുർത്തീസൊക്കെ, പിന്നെ ജീൻസിൻ്റെ കൂടെയുള്ള ടോപ്പുകൾ, തൊട്ട് താഴെ ജീൻസും അതിൻ്റെ കൂടെയുള്ള പാൻറ്റും അങ്ങനത്തെയൊക്കെ. അതിൻ്റെ അപ്പുറത്ത് പാർട്ടി വെയർ, പിന്നെ അതിൻ്റെ മുകളിൽ ദേ വീട്ടിലിടുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഷെൽഫിലാണ് ഞാൻ സാരിയും അതുപോലെ പാർട്ടി വെയറിൻ്റെ ഹെവി വർക്കുള്ള സൽവാറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒതുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒതുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞപ്പോഴേക്കും തുണി ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്, കമൻസൊക്കെ നോക്കും. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാറില്ല, കുറേ കമൻറ്റൊക്കെ വരാറുണ്ട്. ചിലവർക്കൊക്കെ ഞാൻ ഒരുവിധമൊക്കെ റിപ്ലൈ അയക്കാറുണ്ട്, അതിന് സോറി പറയുന്നു. എല്ലാവർക്കും ഹാർട്ട് തരാനായിട്ട് നോക്കാറുണ്ട്, റിപ്ലൈ തരില്ല ചില സമയത്ത്. എനിക്കിങ്ങനെ കുറേ ടൈം ഇരിക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് കേട്ടോ സോറി. പക്ഷെ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചാൽ അതനുസരിച്ച് ഞാൻ വീഡിയോ കൂടെ അതിനുള്ള റിപ്ലൈകൾ തരാറുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 12:45 വരെ പിന്നെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സമയം 1 മണിയായി. അപ്പോൾ നമുക്ക് ഈ ഒരു കുമ്പളങ്ങ പാൽക്കറിയും മുതിരയും കൂട്ടിയിട്ടൊക്കെ ചോറുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ട് സമയം ഒരു 2 മണി വരെ അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല. സാധാരണ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങണ ശീലം ഇല്ല. ചില ദിവസം ഉറക്കം വന്നാൽ ഉറങ്ങും. അപ്പോൾ ഇന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തുണികൾ മുഴുവൻ പുറത്തേക്ക് വലിച്ചിട്ടതല്ല, അപ്പോൾ ഷീറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു ഫ്രഷ് ഫീലാവും. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാവും ഷീറ്റൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. ഞാൻ സാധാരണ ഇപ്പോൾ എപ്പോഴും ലൈറ്റ് കളർ ഷീറ്റാണ് ഏതായാലും വിരിക്കുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കളർ ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് വിരിക്കാമെന്ന്. എനിക്കിപ്പോൾ ഇഷ്ടം കൂടുതൽ ലൈറ്റ് കളറാട്ടോ. കാരണം ലൈറ്റ് കളർ ആകുമ്പോഴേ റൂമിലേക്ക് നല്ലൊരു വെളിച്ചം കിട്ടും. റൂം ഇത്തിരി വലിപ്പമൊക്കെ തോന്നുന്ന പോലെ ഒരു ഫീലാണ്, എന്തൊരു പ്രത്യേക രസമാണ്. പക്ഷേ മക്കളൊക്കെ ചെറുതായിരുന്നപ്പോൾ ലൈറ്റ് കളറൊന്നും ആലോചിക്കാനേ വയ്യ ഉപയോഗിക്കുന്നത്. കാരണം ഫുൾ അവർ ചെളിയാക്കും. അപ്പോൾ ഞാൻ ഈ കളറുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും ഇത് വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.